കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIക്ക് വിട്ടിരിക്കുകയാണ്. TVKയുടെ ഹർജിയിൽ സുപ്രീം കോടതിയുടേതാണ് ഉത്തരവ്. ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിലെ ധനസുമോദ്, എന്താണ് കോടതി തീരുമാനം? സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് ഈ വാദം പൂർത്തിയാക്കിയ ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഇന്ന് 10:40 വിധി പുറത്തു വന്നിരിക്കുന്നത്. ഈ വിധി പ്രകാരം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കേണ്ട ചുമതല CBIക്ക് കൈമാറിയിരിക്കുകയാണ്. അത് CBIക്ക് ഈ കേസ് കൈമാറണം എന്നുള്ള ആവശ്യം BJP നേതാക്കന്മാർ രണ്ടുപേർ തന്നെയായിരുന്നു, MS മണി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ചിരുന്നത്. കേവലം CBIക്ക് കൈമാറിയതിനു ശേഷം CBI അവരുടെ ഒരു സ്വതന്ത്രമായ രീതിയിൽ അന്വേഷിക്കുക അല്ല ചെയ്യുന്നത്, പകരം ഒരു സുപ്രീം കോടതിയുടെ മേൽനോട്ടമുണ്ടാകും. ഇത് നേരത്തെ തമിഴ്നാടൻ വിജയ് തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു, സുപ്രീം കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു മേൽനോട്ട സമിതിയെ കൂടി സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയായിരിക്കും ഇക്കാര്യം അന്വേഷിക്കുക. മാത്രമല്ല ഈ സമിതിയെ സഹായിക്കാനായി 2 IPS ഉദ്യോഗസ്ഥന്മാർ കൂടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇതിനകം തന്നെ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ 3 അംഗ സമിതിയായിരിക്കും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുക.